നമ്മുടെ ക്വസ്റ്റ്യൻ ഡിവൈഡ് റുപ്പീസ് 750 among എ ബി ആൻഡ് സി സോ ദാറ്റ് എസ് ഷെയർ ഈസ് ടു ബീസ് ഷെയർ. ഈസ് ടു എന്ന് പറയുമ്പോൾ രണ്ട് കുത്ത്. ബീസ് ഷെയർ ഈസ് ഇൻ ദ റേഷ്യോ 5:2. അപ്പം ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു 750. നമുക്കതിനെ എയ്ക്കും ബിക്കും സിക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എയുടെ ഷെയർ ടു ബിയുടെ ഷെയർ എന്ന് പറയുന്നത് ഈസ് 5:2 ആൻഡ് ബിയുടെ ഷെയർ ഈസ് ടു സിയുടെ ഷെയർ എന്ന് പറയുന്നത് ഈസ് ബീസ് ഷെയർ ഈസ് ടു സീസ് ഷെയർ ഈസ് ഇൻ ദ റേഷ്യോ 7:13. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വിൽ ഈച്ച് റിസീവ്? എയ്ക്കും ബിക്കും സിക്കും എത്ര കിട്ടും? അത് കണ്ടുപിടിക്കാനായിട്ട് എ ഈസ് ടു ബി ഈസ് ടു സി ആണ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇങ്ങനെ കമ്പൈൻ ചെയ്യാൻ നേരം എന്താ ചെയ്യുന്നത്? ഇതും നമ്മൾ സെയിം ആക്കും. ഇതും സെയിം ആക്കാനായിട്ട് മേളിൽ മൾട്ടിപ്ലൈ ബൈ 7ഉം താഴെ മൾട്ടിപ്ലൈ ബൈ 2ഉം ചെയ്താൽ മതി. കാരണം മേലത്തത് ഈ 7 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 2 വെച്ച് താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 35 ആകും, ഇവിടെ 14 ആകും. ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 ആകും, ഇവിടെ 26 ആകും. അപ്പോൾ ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്പേഴ്സ് കിട്ടി. അപ്പം 35:14:26 ഈ എ ബി സി കിടക്കുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു 24ൻ്റെ 5:1 റേഷ്യോ. അത് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഈ പാർട്ടും ഏതാണ്? 25നെ 5:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 5/6 × 24 ചെയ്താൽ ഫസ്റ്റ് പാർട്ടും 1/6 × 24 ചെയ്താൽ സെക്കൻഡ് പാർട്ടും കിട്ടും. അതുപോലെ ഇവിടെ എ ഷെയർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 35 ബൈ ടോട്ടൽ ഓഫ് റേഷ്യോസിൻ്റെ ടോട്ടൽ എത്രയാണ്? 35 + 14 + 26 ഇസ് ഈക്വൽ ടു 75. റേഷ്യോ ബൈ റേഷ്യോയുടെ ടോട്ടൽ ഇൻറ്റു ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 10 വരും, 350 റുപ്പീസ്. 35 × 10 350 റുപ്പീസ്. ബീസ് ഷെയറോ? ബി ഷെയർ ആകുമ്പം സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 14 ആണ്. 14 ബൈ ടോട്ടൽ 75 ഇൻറ്റു ടോട്ടൽ എമൗണ്ട് 750. 750നെയാണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും 10 കിട്ടും. 14 × 10 140 റുപ്പീസ്. സീസ് ഷെയർ, സിയുടെ ഷെയർ ഈസ് ഈക്വൽ ടു 26/75 ഇൻറ്റു 750 ഈസ് ഈക്വൽ ടു, ക്യാൻസൽ ചെയ്യുമ്പോൾ 10 260 റുപ്പീസ്. അപ്പം 750നെ ഈ രീതിയിലായിരിക്കും 3 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡിവൈഡ് 612 among എ ബി സി സോ ദാറ്റ് എ ടു ബി ഷെയർ എന്ന് പറയുന്നത് 5:3 റേഷ്യോ ആണ്. ബി ടു സി റേഷ്യോ എന്ന് പറയുന്നത് 7:4 ആണ്. തന്നിരിക്കുന്നത് എ ഈസ് ടു ബി എന്ന് പറയുമ്പോൾ 5:3ഉം ബി ഈസ് ടു സി എന്ന് പറയുന്നത് 7:4ഉം ആണ്. നമുക്ക് ആദ്യം ഇത് രണ്ടും സെയിം ആക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? മേലിൽ മൾട്ടിപ്ലൈ ബൈ 7ഉം താഴെ മൾട്ടിപ്ലൈ ബൈ 3ഉം. മേലിൽ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. മേലിൽ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7 5s are 35 7 3s are 21. താഴെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 21:12. ഇപ്പോൾ സെയിം ആയി. അപ്പം എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് 35:21:12 റേഷ്യോ ആണ്. അപ്പം എയുടെ ഷെയർ എത്രയായിരിക്കും? എസ് ഷെയർ ആണ്. എസ് ഷെയർ ഈസ് ഈക്വൽ ടു 35. എയുടെ റേഷ്യോ 35 ബൈ ടോട്ടൽ വേണം. അപ്പം ടോട്ടൽ റേഷ്യോ അല്ലെങ്കിൽ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ റേഷ്യോ, അങ്ങനെ എഴുതണം. സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ റേഷ്യോ 35 + 21 + 12 ഈസ് ഈക്വൽ ടു 68. എസ് ഷെയർ 35 ബൈ ടോട്ടൽ 68 ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് 612 ഈസ് ഈക്വൽ ടു, അത് സോൾവ് ചെയ്യുമ്പോൾ ഇതും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 9 കിട്ടും. 35 × 9 315 റുപ്പീസ്. ബിയുടെ ഷെയർ ഈസ് ഈക്വൽ ടു, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 21/68 ഇൻറ്റു 612. ഇത് 9 ആണ്. 21 × 9
189 റുപ്പീസ് കിട്ടും. സീസ് ഷെയർ, സിയുടെ ഷെയർ ഇസ് ഈക്വൽ ടു സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 12 ബൈ ടോട്ടൽ 68 ഇൻറ്റു ടോട്ടൽ റുപ്പീസ് 612. ക്യാൻസൽ ചെയ്യുമ്പോൾ 9 കിട്ടും. 9 ഇൻറ്റു 12 108 റുപ്പീസ്. അപ്പം 35, 21, 12 എന്ന് പറയുന്നത് 315, 189 ആൻഡ് 108 റുപ്പീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് A:B 3:4, B:C 5:6, C:D 8:9, B, C. ഇങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഇത് കണ്ടിന്യൂസ് ആക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ABC കണ്ടിന്യൂസ് ആക്കുക, പിന്നെ അതും സിയുടെയും കൂടെ കണ്ടിന്യൂസ് ആക്കുക. നമുക്ക് എന്ത് ചെയ്യാം? A:B ആദ്യം എടുത്തെഴുതാം ഇസ് ഈക്വൽ ടു 3:4, B:C ഇസ് ഈക്വൽ ടു 5:6, C:D ഇസ് ഈക്വൽ ടു 8:9. ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് നോക്കാം. ഇവിടെ 4ഉം ഇവിടെ 5ഉമാണ്. അപ്പോൾ മേളിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ 5 ചെയ്യണം, താഴെ മൾട്ടിപ്ലൈ ബൈ 4 ചെയ്യണം. മേളിൽ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 5 ഇവിടെയും 5, 5 3s are 15, 5 4s are 20. താഴെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 20:6 4s are 24. ഇനി ഇവിടെ നോക്കാം. ഇവിടെ BCയും CDയുമാണ്. അപ്പോൾ BC ഇത് കിട്ടി, CD 8 9. അപ്പം ഇവിടെ 8 ഓൾറെഡി ഉണ്ട്, ഇത് 24 ആണ്. അപ്പം നമുക്ക് 8 × 3 24 ആണെന്നറിയാം. അപ്പോൾ ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ എൻ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഈ രണ്ടെണ്ണം സെയിം ആയിട്ട് കിട്ടും. അപ്പോൾ മൂന്നാമത്തതിന് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ 3 ചെയ്യണം. മൾട്ടിപ്ലൈ ബൈ 3 ചെയ്യുമ്പം 24:27 കിട്ടും. അപ്പം A:B:C:D എന്ന് പറയുന്നത് 15:20:24:27. അടുത്തത് 3 നോട്ട്സ് ആണ്. ഇനി വരുന്ന കുറച്ച് പ്രോബ്ലംസ്, ജോബ്, വർക്ക്സ്, മെൻ, അങ്ങനത്തെ കേസിലെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നോട്ട്സ് ആണിത്. ഇഫ് A men can do a job in B days, A ആൾക്കാർക്ക് B ദിവസങ്ങൾ കൊണ്ട് ഒരു ജോബ് ചെയ്ത് തീർക്കാൻ പറ്റും. ആ സെയിം ജോബ് C ആൾക്കാർക്ക് B ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇവർ ചെയ്യുന്ന ജോബ് സെയിം ആണ്. അപ്പം കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ട് വരുന്ന ഡേയ്സിൻ്റെ ആ എണ്ണം എന്ന് പറയുന്നത് മാറി വരും. അപ്പോൾ A ആൾക്കാർക്ക് B ഡേയ്സ് കൊണ്ട് ഈ ജോബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സെയിം ജോബ് C ആൾക്കാർ D ദിവസം എടുത്താണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ D ദിവസമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ബീനേക്കാളും ചെറുതാവാം D, ബീനേക്കാളും കൂടുതലാവാം D. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം AB ഈസ് ഈക്വൽ ടു CD. ജോബ് സെയിം അല്ല, അപ്പം A × B എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു C × D ആയിരിക്കും. അതാണ് ഈ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇപ്പം 2 ആൾക്കാർക്ക് 4 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 3 ആൾക്കാർക്ക് ചിലപ്പോൾ 3 ദിവസം മതിയാകും ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് പോലെ. ഇത് ഞാൻ ചുമ്മാ ഒരു നമ്പർ എടുത്തതാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഇവിടെ പറയുന്നത് A men can take B days to do X jobs. ഇവിടെ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ജോബ് ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു, ആൾക്കാരും ഡേയ്സും അല്ലായിരുന്നു. ഇവിടെ ജോബ് കൂടെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തത് C men can do D jobs, C men take D days to do Y jobs. ഇത് ജോബ്, ഇത് ഡേ, ഇത് നമ്പർ ഓഫ് മെൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് AB ബൈ എക്സ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് CD ബൈ Y ആയിരിക്കും. ഇതാണ് സെക്കൻഡ് നോട്ട് പറയുന്നത്. AB ബൈ എക്സ് ഈസ് ഈക്വൽ ടു CD ബൈ Y. മെന്ന് ഡേ ജോബ് ആണെങ്കിൽ AB ബൈ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു CD ബൈ Y ആയിരിക്കും. അടുത്തത് Aക്ക് ഒരു ജോലി ചെയ്യാൻ X ഡേയ്സ് ആവശ്യമാണ്. ഇവിടെ ഡേയ്സ് ആണ്. ഇവിടെ നമ്മുടെ Aയും Bയും പറഞ്ഞ പോലെ Aക്ക് X ഡേയ്സ് ആണ്. അപ്പോൾ ഒരാളുടെ കാര്യം ഇവിടെ പറയുന്നുള്ളൂ. Aക്ക് ഒരു ജോലി ചെയ്യാൻ X ദിവസം എടുക്കുമെങ്കിൽ A ഒരു ദിവസം എത്ര ജോലി ചെയ്യും? ഒരു ജോലിയുണ്ട്, A X ദിവസങ്ങൾ എടുത്താണ് അത് ചെയ്യുന്നത്. അപ്പം A സെയിം എമൗണ്ടിലാണ് ഓരോ ദിവസവും ജോലി ചെയ്യുന്നത്, സെയിം പേസിലാണ്, സെയിം എഫേർട്ട് എടുത്താണ് ഒരു ജോലി ചെയ്യുന്നത്. എല്ലാ ദിവസവും ചെയ്യുന്ന ജോലി സെയിമുമാണ്. അപ്പം X ദിവസം A ഒരു ജോലി X ദിവസങ്ങൾ എടുത്താണ് ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ A ഒരു ദിവസം എത്ര ജോലി ചെയ്യും?
1/x ഓഫ് ദ വർക്ക്. മൊത്തം ഉള്ള വർക്ക് എക്സ് ദിവസങ്ങളായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1/x ഓഫ് ദ വർക്ക് ആയിരിക്കും ഒരു ദിവസം എ ചെയ്ത് തീർക്കുന്നത്. ഇഫ് എ റിക്വയർസ് എക്സ് ഡേയ്സ് ഫോർ ഡൂയിങ് എ വർക്ക്, എക്ക് എക്സ് ഡേയ്സ് എടുത്താണ് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എങ്കിൽ എ ക്യാൻ ഡു 1/x ഓഫ് ദ വർക്ക് ഇൻ എ ഡേ എന്നുണ്ട്. ഇൻ എ ഡേ നിങ്ങളൊരു കാര്യം പഠിക്കാൻ 5 ദിവസം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെയിം ടൈം എടുത്ത് സെയിം പേസിലാണ് പഠിക്കുന്നതെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്തുമാത്രം പഠിക്കാൻ പറ്റും എന്ന് വെച്ചാൽ മൊത്തം ഡിവൈഡഡ് ബൈ 5 ഡേയ്സ് എന്നല്ലേ പറയും. മൊത്തം എന്നുള്ളതിനാണ് ഇവിടെ 1 പറഞ്ഞിരിക്കുന്നത്. മൊത്തം നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനെ ഡിവൈഡഡ് ബൈ 5 ഡേയ്സ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ദിവസം എന്തുമാത്രം പഠിക്കാൻ പറ്റും എന്നുള്ളത് കിട്ടും. എന്ന് പറയുന്നത് പോലെ എക്ക് എക്സ് ഡേയ്സ് എടുത്താണ് ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം 1/x ഓഫ് ദ വർക്കായിരിക്കും എക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതിൻ്റെ പ്രോബ്ലംസാണ് വരുന്നത്. ക്വസ്റ്റ്യൻ: എ മാൻ ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 7 ഡേയ്സ്. ഒരു മനുഷ്യന് 7 ദിവസങ്ങൾ കൊണ്ട് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യന് 7 ദിവസങ്ങൾ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസങ്ങൾ കൊണ്ട് 9 ആൾക്കാർക്ക് ആ സെയിം ജോബ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഏത് നോട്ടായിട്ട് വരും? ഫസ്റ്റ് നോട്ടായിട്ട് വരും. എ മെന്നിന് ഒരു ജോബ് 9 ദിവസങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റും. സി മെന്നിന് D ഡേയ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ AB = CD ആയിരിക്കും. AB = CD ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം AB = CD ആയിരിക്കും. അതായത് അപ്പോൾ നമുക്കറിയാത്തതിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ഫോർ 9 men to complete the same ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ എക്സ് ദിവസങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ബൈ നോട്ട്. അപ്പം നിങ്ങൾ എക്സാമിന് എഴുതുമ്പം ആ നോട്ട് അവിടെ സെൻറ്റൻസ് ആയിട്ട് എഴുതി വെക്കണം. 1 × 7 = 9 × x, അല്ലെങ്കിൽ 7 = 9x. നമ്മൾ എക്സിനെ അവിടെ നിർത്തിയിട്ട് 9നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. നമുക്ക് എക്സ് ആണ് വേണ്ടത്. അപ്പോൾ 7/9. 7/9 ഡെസിമലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് x = 0.78 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 9 മെന്നിന് വിൽ ടേക്ക് 0.78 days to complete the same job. സെയിം ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്രയും ഡേയ്സ് എടുക്കും. ഈ ക്വസ്റ്റ്യൻ: ഈ 40 men 40 മെന്നിന് 240 acres 36 ഡേയ്സ് കൊണ്ട് 240 acres പ്ലോ ചെയ്യാൻ പറ്റും. ഉഴുക എന്ന് പറയത്തില്ലേ, പ്ലോ ചെയ്യാൻ പറ്റും, ഉഴുതുമറിക്കുക. ഹൗ ലോങ് വിൽ 60 men ഹൗ ലോങ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം സമയം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഡേയ്സിലാണ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തുമാത്രം സമയം എടുക്കും 60 men to plow 160 acres. അപ്പം മെന്നും ഡേയ്സും കഴിഞ്ഞാൽ പിന്നെ ഏക്കറാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജോബ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഏക്കേഴ്സ് പ്ലോ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജോബ്. അപ്പോൾ 240 acres ജോബ്. നമുക്ക് നോട്ട് 2 വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇഫ് എ മെൻ ക്യാൻ ഡു എക്സ് ജോബ്സ് ഇൻ B days, then സി മെൻ ക്യാൻ ഡു Y job in D days. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A × B / X = C × D / Y. ജോബുകൾ താഴെ വരും, മറ്റതിൻ്റെ പ്രോഡക്റ്റ് മേളിൽ വരും. എയുടേത് തന്നെയാണ് മേളിൽ, ബിയുടേത് തന്നെ രണ്ടാമത്തെ സെറ്റ് അങ്ങനെ. അതായത് 40 × 36 40 × അപ്പം നമ്മളിവിടെ ആദ്യം ഇതിനെ എക്സ് എന്ന് വിളിക്കുക. അപ്പം ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് days required for 60 men to plow 160 days. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 40 × 36 ബൈ ജോബ് താഴെയാണ് വരുന്നത് =
60 ഇൻറ്റു എക്സ് ബൈ 160. ഇനി ഇതിനെ സോൾവ് ചെയ്യുക. അപ്പം മേളിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആയതുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ പ്ലസ് ആയിരുന്നെന്നുണ്ടെങ്കിൽ 14 214 കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു നമ്പറും ഇതും ക്യാൻസൽ ചെയ്യാം, ഇതും ഇതുകൂടെ ക്യാൻസൽ ചെയ്യാം, അങ്ങനെ ഇതും ഇതുകൂടെ ക്യാൻസൽ ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ 0യും 0യും ക്യാൻസൽ ആയിപ്പോയി. 4ഉം 24 കൂടെ ക്യാൻസൽ ചെയ്യുമ്പം നമുക്ക് താഴെ 8 കിട്ടും. സോറി 6 കിട്ടും. 6ഉം 36 കൂടെ ക്യാൻസൽ ചെയ്യുമ്പം മേളിൽ 6 വരും. 0യും 0 കൂടെ ക്യാൻസൽ ചെയ്തു. 6ഉം 16 കൂടെ ക്യാൻസൽ ചെയ്യുമ്പം 2ൽ 3 8. അതായത് ഇവിടെ 6 മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെയും 6ഉം 6 കൂടെ ക്യാൻസൽ ചെയ്യുമ്പം 1 1. കാൽക്കുലേഷൻ ഒന്നുകൂടെ ചെയ്യാവേ. 40 ഇൻറ്റു 36 ബൈ 240 ഇസ് ഈക്വൽ ടു 60 ഇൻറ്റു എക്സ് ബൈ 160. 0യും 0യും ക്യാൻസൽ, 6ഉം ഇതോടെ ക്യാൻസൽ ചെയ്യുമ്പം 3 ബൈ 8. 2ൽ ക്യാൻസൽ ചെയ്യും. 0യും 0യും ക്യാൻസൽ ചെയ്യും. 4ഉം 24 ക്യാൻസൽ ചെയ്യുമ്പോൾ 6 വരും. 6ഉം 36 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 6 വരും. ഇവിടെ താഴെ 1. അപ്പം 6 ബൈ 1 ഇസ് ഈക്വൽ ടു 3x ബൈ 8. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 3x. 8 6 ആർ 48 ഇസ് ഈക്വൽ ടു 3x ഓർ x ഇസ് ഈക്വൽ ടു 48 ബൈ 3. ഇങ്ങോട്ടേക്കാണ് 3 കൊണ്ടുവരേണ്ടത്. 48 ബൈ 3 എന്ന് പറയുന്നത് 16 ആണ്. x ഈക്വൽ ടു 16 ആണ്. അപ്പം 60 ആൾക്കാർക്ക് 16 ഡേയ്സ് എടുത്താണ് 160 ഏക്കേഴ്സ് പ്ലോ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ നോട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എളുപ്പമാണ് ചെയ്യാൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 ഡേയ്സ്. എ ഒരു കാര്യം ചെയ്യാൻ 10 ദിവസം എടുക്കുന്നുണ്ട്. ബിക്ക് ആ സെയിം വർക്ക് ചെയ്യാൻ 15 ദിവസം എടുക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം പഠിക്കാനായിട്ട് 5 ദിവസം എടുക്കുന്നുണ്ട്, മറ്റൊരാൾ ആ സെയിം കാര്യം പഠിക്കാൻ 15 ദിവസം എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ ബോത്ത് ഓഫ് ദം ടു ഡു ദ വർക്ക് ടുഗെദർ? ഇപ്പോൾ പഠിക്കുന്നതാണെങ്കിലും നമുക്ക് ഇൻഡിവിജ്വലായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ വേണമെങ്കിൽ പറയാം. എയും ബിയും കൂടെ ഒരുമിച്ച് പഠിക്കുവാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്നതിലും ചിലപ്പോൾ സമയം കുറവ് മതിയായിരിക്കും, ചിലപ്പോൾ സമയം കൂടുതൽ വേണമായിരിക്കും. ഓക്കെ, സമയം കുറയാനേ ചാൻസ് ഉള്ളൂ. അപ്പം ആ ഒരു സിറ്റുവേഷനാണിത്. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ ബോത്ത് ഓഫ് ദം ടു ഡു ദ വർക്ക് ടുഗെദർ? രണ്ടുപേരോട് ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസങ്ങൾ കൊണ്ട് അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റും? നമ്മൾ തേർഡ് നോട്ടായിട്ട് പറഞ്ഞത് ഇഫ് എ റിക്വയർസ് എക്സ് ഡേയ്സ്, എക്ക് എക്സ് ദിവസങ്ങൾ എടുത്താണ് ഒരു വർക്ക് ചെയ്യുന്നത് എങ്കിൽ ഒരു ദിവസം എക്ക് എന്തുമാത്രം വർക്ക് ചെയ്യാം? 1/x ഓഫ് ദ വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസം 1/x ഓഫ് ദ വർക്ക്, എക്സ് ഡേയ്സ് ആണെങ്കിൽ എക്ക് ഒരാൾക്ക് 1/x ഓഫ് ദ വർക്ക് ഒരു ദിവസം ചെയ്തു തീർക്കാൻ പറ്റും. ഇവിടെ ആ നോട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം നോട്ട് 3 ഇവിടെ സ്റ്റേറ്റ് ചെയ്യാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ചെയ്താൻ പറ്റും. ദ പാർട്ട് ഓഫ് വർക്ക് എ ക്യാൻ ഡു. പാർട്ട് ഓഫ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വർക്ക് എ ക്യാൻ ഡു ഇൻ എ ഡേ. 10 ദിവസങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്തു തീർക്കുന്നത്. അപ്പോൾ ആ ജോലിയുടെ കുറച്ച് എക്ക് ഒരു ദിവസം ചെയ്തു തീർക്കാൻ പറ്റും. അപ്പം അസംഷൻ എന്താണെന്ന് വെച്ചാൽ സെയിം എമൗണ്ട് ഓഫ് വർക്കാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. പാർട്ട് ഓഫ് വർക്ക് എ ക്യാൻ ഡു ഇൻ എ ഡേ, ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത് 1/10 ആണ്. അതുപോലെ തന്നെ പാർട്ട് ഓഫ് വർക്ക് ബി ക്യാൻ ഡു ഇൻ എ ഡേ, ബി ക്യാൻ ഡു ഇൻ എ ഡേ 1/15. വർക്കിൻ്റെ 1/15 ആണ്. അങ്ങനെയാണെങ്കിൽ 2 പേർക്കൂടെ ചെയ്യാൻ പറ്റുന്നത് പാർട്ട് ഓഫ് വർക്ക് എ ആൻഡ് ബി ടുഗെദർ ക്യാൻ ഡു എന്ന് വെച്ചാൽ ഇൻ എ ഡേ, ഒരു ദിവസം 2 പേർക്കൂടെ ചെയ്യാന്ന് പറയുമ്പം എയുടെ വർക്കും അതിൻ്റെ കൂടെ ബിയുടെ വർക്കും കൂടെ കൂട്ടി വെക്കുക എന്ന് പറയുമ്പോൾ 2 പേരോട് ചെയ്യുന്നത് 2നെയും കൂടെ സമ്മ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ LCM എടുക്കുമ്പം 10ൻ്റെയും 15ൻ്റെയും കൂടെ LCM 5ൽ 2 3. അപ്പോൾ 5 × 2 × 3 ആണ് LCM വരുന്നത്. അപ്പോൾ ഇവിടെ 5 × 2 × 30 ആണ് LCM വരുന്നത്. ഇതിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ 30 ആക്കാനായിട്ട് മേലും താഴെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 30 ആക്കാൻ മേലും താഴെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 × 1 3 /30
പ്ലസ് ഇവിടെ 2h മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/30. മൊത്തം എത്ര വരും? 3 + 2 5/30. 5/30 എന്ന് പറയുന്നത് 1/6. എയും ബിയും ഒരുമിച്ച് ചെയ്യുന്ന ജോബ് ഒരു ദിവസം ചെയ്യുന്നത് 1/6 ആണെങ്കിൽ എത്ര ദിവസം എടുത്തായിരിക്കും ചെയ്യുന്നത്? 6 days എടുത്തായിരിക്കും ചെയ്യുന്നത്. എ ആൻഡ് ബി ടുഗെദർ take 6 days to do the job. ആ സെയിം ജോബ്. അപ്പം 10 ദിവസം എടുത്താണ് എ ചെയ്യുന്നതെങ്കിൽ, ഒരു ജോബ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം എ എത്ര ജോബ് ചെയ്യും? 1/10 ചെയ്യും. അപ്പോൾ താഴെ വന്നത് 10. അപ്പോൾ 10 ദിവസം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുപോലെ എയും ബിയും ടുഗെദർ ഒരു ദിവസം 1/6 ചെയ്യുമെങ്കിൽ എത്ര ദിവസം കൊണ്ട് എയും ബിയും വർക്ക് ചെയ്ത് തീർക്കും? ഡിനോമിനേറ്ററിൽ വരുന്നത് 6 days. അതാണ് ആൻസർ. ആ സെയിം ക്വസ്റ്റ്യനെ ഒന്ന് മാറ്റി ചോദിച്ചിരിക്കുക ഇവിടെ. എ ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 12 days വൈൽ എ ആൻഡ് ബി ടുഗെദർ ക്യാൻ കംപ്ലീറ്റ് ഇൻ 4 days. അങ്ങനെയാണെങ്കിൽ ബിക്ക് അലോൺ എത്ര ഡേയ്സ് എടുക്കും? അപ്പോൾ നമുക്ക് എക്ക് 12 days എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ പാർട്ട് ഓഫ് ജോബ് എ ക്യാൻ ഡു ഇൻ എ ഡേ എന്ന് പറയുന്നത് എന്താ? 1/12 ആണ്. പാർട്ട് ഓഫ് ജോബ് ബി ക്യാൻ ഡു ഇൻ എ ഡേ എന്ന് പറയുന്നത് ഈക്വൽ ടു 1/. ഓക്കെ, അത് നമുക്കറിയില്ല. ക്യാൻ ഡു ഇൻ എ, അതപ്പം അതിനു മുമ്പ് നമുക്കിവിടെ വേണം ലെറ്റ് എക്സ് ഡേയ്സ് ബി ടേക്കൺ ബൈ ബി ടു കംപ്ലീറ്റ് ദ ജോബ്. ലെറ്റ് ബി ടേക്ക് എക്സ് ഡേയ്സ് ടു കംപ്ലീറ്റ് ദ ജോബ്. എക്ക് 12 ദിവസം എടുക്കും, ബിക്ക് എക്സ് ഡേയ്സ് എടുക്കും എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പാർട്ട് ഓഫ് ജോബ് ബി ക്യാൻ ഡു ഇൻ എ ഡേ 1/x ആയിരിക്കും. ഇനി പാർട്ട് ഓഫ് ജോബ് എ ആൻഡ് ബി ക്യാൻ ടുഗെദർ ഡു ഇൻ എ ഡേ. രണ്ടുപേർക്കൂടെ പാർട്ട് ഓഫ് ജോബ് ടുഗെദർ എയും ബിയും 4 ദിവസങ്ങൾ കൊണ്ടാണ് ഒരു ജോബ് ചെയ്ത് തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര ചെയ്യാൻ പറ്റും? 1/4 ചെയ്യാൻ പറ്റും. ശരിക്കും എന്താ? എയുടെ ജോബിൻ്റെയും ബിയുടെ ജോബിൻ്റെയും ഒരു ദിവസത്തെ എയുടെയും ബിയുടെയും ജോബിൻ്റെ സമമല്ലേ ഒരു ദിവസത്തെ എ പ്ലസ് ബിയുടെ ജോബ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1/12 പ്ലസ് 1/x ആണ് 1/4. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ വേരിയബിൾ ഉള്ളത് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് മറ്റേതെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. നമുക്ക് 1/xനെ അവിടെ നിർത്താം, 1/4നെ അവിടെ നിർത്താം, 1/12നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് മാറി മൈനസ് ആകും. ഇനി 1/x ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് LCM എടുത്ത് ചെയ്യണം. അപ്പോൾ 4ൻ്റെയും 12ൻ്റെയും കൂടെ LCM എന്ന് പറയുന്നത് 2ൽ 2 6, 2ൽ 1 3 3 1 1 2 × 2 × 3 3 2s 6 2s 12 ആണ് LCM വരുന്നത്. അപ്പോൾ ഇവിടെ 12 ആക്കാൻ മേലും താഴെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 12 ആക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി 12 ആണ്. അപ്പം മേളിൽ ഒന്നും ചെയ്യണ്ട. അപ്പോൾ 1 × 3 3/12 മൈനസ് 1/12. 1/x ഇസ് ഈക്വൽ ടു, ഡിനോമിനേറ്റർ കോമൺ ആക്കുക, 3 - 1/12. ഡിനോമിനേറ്റർ എപ്പോഴും കോമൺ ആക്കിയിട്ടാണ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ 1/x ഇസ് ഈക്വൽ ടു 2/12. ക്യാൻസൽ ചെയ്യുമ്പോൾ 1/6 എന്ന് കിട്ടും. അതായത് 1/x ഇസ് ഈക്വൽ ടു 1/6. 1/x 1/6 ആണെങ്കിൽ x ഇസ് ഈക്വൽ ടു എന്താ? 6 ആയിരിക്കും. അതായത് ബിക്ക് എത്ര ദിവസം എടുത്താണ് ചെയ്യാൻ പറ്റുന്നത്? 6 ദിവസം എടുത്താണ് ബി ജോലി ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബി റിക്വയേഴ്സ് 6 days ടു കംപ്ലീറ്റ് ദ സെയിം ജോബ്. മറ്റൊരുത്ത് എ പ്ലസ് ബിക്ക് എത്രയായിരുന്നു എന്നായിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ബിക്ക് എത്രയായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെ 5 ആൾക്കാർക്ക് 5 men can dig a well in 12 days. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസം കൊണ്ട് 12 മനുഷ്യർക്ക് വെല്ല് ഡിഗ് ചെയ്യാൻ പറ്റും? സെയിം വെല്ല്. അപ്പം സെയിം ജോബാണ് ചെയ്തിരിക്കുന്നത്. ഏത് വരും? നോട്ട് 1 വരും. അപ്പം നമ്മൾ അറിയാൻ മേലാത്തതിന് എക്സ് ആയിട്ട് എടുക്കുക. ലെറ്റ് 12 men take x days to dig the well. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നോട്ട് ചെയ്യുന്നത് നമുക്ക് എന്നാ പറയാൻ പറ്റും? സെയിം ജോബ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. 5 × 12 ഇസ് ഈക്വൽ ടു 12 × x. നമുക്ക് എക്സ് മാത്രം കണ്ടുപിടിക്കണം. അപ്പോൾ 5 × 12, അല്ലെങ്കിൽ അത് ചെയ്യാം. 5 × 12 എത്രയാണ്? ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയായിരുന്നു. 5 × 12 ബൈ, ഇവിടെ
12 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ എക്സിനെ മാത്രം നിർത്തുക എന്ന് പറയുമ്പോൾ 12നെ കൊണ്ടുവരിക എന്ന് പറയുമ്പം ഇവിടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഈ 12 എന്ന് പറയുന്നത് ഡിവിഷനായിട്ട് മാറും. ഇവിടെ 12 വരും ഇസ് ഈക്വൽ ടു എക്സ്. 12ഉം 12ഉം ക്യാൻസൽ ആകുമ്പം എക്സ് ഇസ് ഈക്വൽ ടു 5. അതായത് 12 മനുഷ്യർക്ക് 5 ദിവസം കൊണ്ട് വെല്ല് ഡിഗ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 12 men take 5 days to dig the well. എക്സ് ഇസ് ഈക്വൽ ടു 5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഇങ്ങനെയും ചെയ്യാം. 5 ഇൻറ്റു 12 60 ഈസ് ഈക്വൽ ടു 12x. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 60/12 എന്ന് പറയുമ്പോഴും എക്സ് ഇസ് ഈക്വൽ ടു 5 കിട്ടും. 60/12 5 ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇതറിയാമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് ചെയ്തു പോവുക. ഇവിടെ നോട്ട് 3 വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എ മാൻ ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 3 hours. അപ്പോൾ ഇവിടെ ഡേയ്സ് അല്ല അവേഴ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഡേയ്സിലാവാം അവേഴ്സിലാവാം. അപ്പോൾ തന്നിരിക്കുന്നതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ യൂണിറ്റും സെയിം ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതും 3 hours ആണ്, ഇതും 4 hours ആണ്. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങ് ചെയ്തു പോകാം. അപ്പം എ മാൻ ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 3 hours വൈൽ എ വുമൺ. അപ്പോൾ ഒരു മെന്നിന് 3 hours കൊണ്ട് ചെയ്യാം, ഒരു വുമണിന് 4 hours കൊണ്ടാണ് ആ ജോലി ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ ബോത്ത് ഓഫ് ദം ടു, 2 പേർക്കൂടെ മെൻ പ്ലസ് വുമൺ 2 പേർക്കൂടെ എത്ര ടൈം എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവേഴ്സ് തന്നെ ആയിരിക്കണം. അപ്പോൾ ലെറ്റ് എക്സ് അവേഴ്സ് ബി റിക്വയർഡ് ഫോർ man and woman to complete the job. ഇനി പാർട്ട് ഓഫ് വർക്ക് എ ക്യാൻ ഡു. പാർട്ട് ഓഫ് വർക്ക് എ ക്യാൻ അല്ലല്ലോ മെൻ ക്യാൻ ഡു ഇസ് ഈക്വൽ ടു 1/3. പാർട്ട് ഓഫ് വർക്ക് വുമൻ ക്യാൻ ഡു എന്ന് പറയുന്നത് 1/4. അങ്ങനെയാണെങ്കിൽ ടുഗെദർ എന്ന് പറയുമ്പം 1/3 പ്ലസ് 1/4 ആണ് ഇസ് ഈക്വൽ ടു 1/x. ടുഗെദർ അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1/x ആണ്. അതെന്ന് പറയുന്നത് എന്താ 1/3 പ്ലസ് 1/4 ആണ്. നമ്മളൊന്ന് ചെയ്ത പ്രോബ്ലമാണ് ഇതുപോലത്തെ. നമുക്കിവിടെ LCM എടുക്കുമ്പം ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമുക്ക് LCM എടുക്കുമ്പോൾ 3യുടെയും 4നെയും കൂടെ 12 കിട്ടും. 3യുടെയും 4നെയും കൂടെ LCM 3ൽ 3 4 ഒന്നുകൂടെ ചെയ്യാവേ. 3 4ൻ്റെ LCM ചെയ്യുമ്പോൾ 3 വരുമ്പോൾ 1 4 വരുമ്പോൾ 1 LCM 12 വരും. 12 ആക്കാനായിട്ട് ഇവിടെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് വരും? 4 + 3 താഴെ 12 ഇസ് ഈക്വൽ ടു 1/x. 4 + 3 കോമൺ ഡിനോമിനേറ്റർ 7/12 ഈസ് ഈക്വൽ ടു 1/x. അപ്പോൾ 7/12 ആണ് 1/x. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ? ഇങ്ങോട്ട് എഴുതുവാണ്. 7/12 ആണ് 1/x. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ? ഇതിനെ തലതിരിച്ചെഴുതുക. തലതിരിച്ചെഴുതുമ്പം 12/7 ആണ് x/1, അല്ലെങ്കിൽ x/1 എന്ന് പറയുന്നത് എക്സ് തന്നെ. അപ്പം 12/7 ആണ് എക്സ്. അതായത് എത്ര അവേഴ്സ് എടുക്കും? 12/7 അവേഴ്സ് എടുക്കും എയ്ക്കും അല്ലെങ്കിൽ ആ വുമണും മെനോടെ ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.